ഞാൻ ഇങ്ങോട്ട് വന്നേക്കാട്ടോ പറഞ്ഞാൽ ഞങ്ങൾ പോകാറുള്ളൂ. അപ്പം ഇത് ഇവർക്ക് ഗസ്റ്റായിട്ട് തന്നെ വേണം. അപ്പം ഞാൻ ചേച്ചി ഞാനങ്ങനെ പരിപാടി മാത്രമല്ല കുറേ പെൺകുട്ടികൾ അരങ്ങേറ്റവർ ഈ കുച്ചിപ്പിടിയും ഭരതനാട്യം നമുക്ക് എന്നാണ് ഞാൻ ഇതിനകത്ത് വരാൻ പോകുന്നത്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി രശ്മി എന്നാണ് അവരുടെ പേര്. അവര് കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ട്. വളരെ ലൈഫ് ഇങ്ങനെ പോകുന്നു. ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ചെയ്തിങ്ങനെ പോകുന്നു. കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അവർക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അവർ ഡാൻസ് സ്കൂൾ ആരംഭിക്കുകയാണ്. ഡാൻസ് സ്കൂൾ അവർ പഠിപ്പിക്കുന്നത് അമ്മമാരെയാണ്. 50-കളിൽ 60-കളിൽ എത്തിയ അമ്മമാരെ. ആ അമ്മമാരുടെ അരങ്ങേറ്റമായിരുന്നു. നന്നായി, അതിനൊക്കെ പോകണം. അൺബിലീവബിൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു. കാരണം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോണ്ടന്റ് ഫോർ മീ. ഐ വുഡ് ലൈക്ക് ടു സീ ഇറ്റ്. എനിക്കത് കാണണം. അമ്മമാരൊക്കെ വന്നിട്ട് ചില ചേച്ചിമാരൊക്കെ എനിക്ക് അറിയാവുന്നവരുണ്ടായിരുന്നു. അത് ജോസഫ് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവും എന്താ ചേച്ചി എന്താ പേര്, എടാ ആടി ചേച്ചിയാണോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവർ സ്റ്റേജിൽ കയറി. ഞാൻ പറയാം, ആ ഡാൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭ്രമിപ്പിക്കുന്ന ഡാൻസ് അല്ല. നമ്മുടെ അമ്മമാര് ചിലരുടെയൊക്കെ മുട്ടില് ഇത് ഇടറാണ്ടിരിക്കാൻ ഈ നമുക്ക് ഇത് കെട്ടിട്ട് അവരുടെ ഹസ്ബൻഡും മക്കളെ കൂടി ഈ അമ്മമാരുടെ അരങ്ങേറ്റം അവർ മെഡിറ്റേഷൻ നടത്തുന്നു, യോഗ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പോ നമ്മളോട് പോയി അവരോട് സംസാരിച്ചത് മുഴുവൻ അമ്മയെ കുറിച്ചിട്ടാണ്. എന്നെ വിളിക്കാൻ കാരണം അവർ പറഞ്ഞത് എപ്പോഴും അമ്മയെ കുറിച്ച് പറയുന്ന ഒരാൾ. ഇങ്ങനെ ഒരുപാട് സുന്ദരികളെ യുവതി യുവാക്കൾ ജോസഫിനെ കാത്തിരിക്കുന്നവരോട് കുറെ അമ്മച്ചിമാരെ പെട്ടിരിക്കുക. നിങ്ങളാണ് ഈ യുവതി യുവാക്കൾ എന്ന് പറഞ്ഞത്. എന്നെ ചതിച്ചതാന്ന് ഞാനതിന്റെ റീലിട്ടായിരുന്നു. ഇത്രയൊക്കെ വലിയ പുസ്തകങ്ങൾക്ക് എഴുതി തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതന്നെ വിലയുള്ളൂ. കറക്റ്റ് അല്ലേ? പക്ഷെ അമ്മയെ പാത്രം കഴുകാൻ സഹായിച്ചിട്ടുണ്ടോ? പിന്നെ അതായത് അമ്മയുടെ എനിക്ക് ഈ അമ്മമാരെ ചിലടത്ത് പിടിയിട്ടാറില്ലേ. ഞാൻ പറയാം, അമ്മമാര് എന്റെ അമ്മ എനിക്ക് അമ്മമാരെ പ്ലൂറൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒന്നും പറയാം. ജനറലൈസേഷൻ്റെ ദിവസം ഇപ്പൊ നമ്മൾ പറയാണ് വി ഓൾ ആർ യൂണിക്. ആര് പറഞ്ഞു ഞാൻ യൂണിക് അല്ലല്ലോ എന്ന് പറയുന്ന ആളുള്ള കാലമാണ്. എന്റെ വീട്ടിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അമ്മ ഇടയ്ക്ക് പറയും ഞാൻ തന്നെ ഇവിടുത്തെ എല്ലാ പണി ഇതും അടുക്കളയിൽ കുക്കിംഗ് ചെയ്യണം, ഈ സാധനം ഉണ്ടാക്കണം, ഇങ്ങനെ എന്നോരോ സപ്പൻ കുക്കിങ്ങിന് ഞാൻ കയറാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങോട്ട് ഈഗോ ആണോ. അമ്മ അപ്പൊ അപ്പൻ ഉണ്ടാക്കിയാലും അപ്പൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഇന്ന് വരെ അമ്മ അത് 100% അപ്രീഷിയേറ്റ് അടുക്കള വൃത്തികേടാക്കി കുറച്ചൊക്കെ അവരെ ശരിയായിട്ട്. കാരണം അപ്പനൊക്കെ ചിലപ്പോൾ നിലം തുടങ്ങി തുണിക്കരുത് പാത്രം തുടങ്ങണേ കണ്ടിട്ടുണ്ട്.